So this is Saint Ocean Wonder. Okay. He was the treasurer in the King's Palace. He was killed from Unyonyo. So what happened was they were tried in the center of Abdulaziz by Buliwada, but Abdulaziz wasn't killed. So the king's cow got stolen at night. Then they pinned him as the one who had stolen the cow. So it was very easy for the king to believe because he had already converted to Christianity. So that added to his death. He was spared. That's how he died from Unyonyo. ഇവർ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ രാജാവിൻ്റെ അന്നത്തെ ആ കാലത്തെ രാജാവിൻ്റെ ട്രഷററായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് യേശുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവരുടെ കുറച്ച് ഈ രാജാവിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന കുറച്ച് പശുക്കൾ അല്ലേ, ഓക്കെ, അത് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ മോഷണ കുറ്റം ഈ ദൈവമനുഷ്യൻ്റെ മേൽ ചുമത്തി കൊല്ലാൻ വേണ്ടിയാണ് ദൈവമനുഷ്യൻ്റെ മേൽ ചുമത്തി. അങ്ങനെ ഇതുപോലെ കുന്തം കൊണ്ട് കുത്തിയാണ് ഈ ദൈവമനുഷ്യനെ കൊന്നത്. And he was killed from Owino Market, the very place where they killed Saint Joseph Mukasaba Lukubembe. So as they were coming, they asked who wants to be killed from here where they killed Saint Joseph Mukasaba Lukubembe. He raised up his hand. He said, "Kill me from here. However much rich Namgongo, still they will kill me." So they beheaded him from there, from Owino Market town. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ തീ പിടിക്കുകയാണ്, ആത്മാവിൽ നിറഞ്ഞിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ദൈവമനുഷ്യൻ്റെ സാക്ഷ്യം, ഇദ്ദേഹത്തെ പട്ടണത്തിന്റെ നടുവിൽ വെച്ച്, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഇദ്ദേഹത്തെ കൊന്നത്. ഇദ്ദേഹത്തോട് അന്ന് സുവിശേഷ വിരോധികൾ ചോദിച്ചു. ഇതെല്ലാം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതല്ല, ഏകദേശം ഒരു 100, 110, 120 വർഷത്തിനകത്തുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹത്തോട് കൊല്ലുന്നതിന് മുമ്പ് അവർ ചോദിച്ചത്, നീ യേശുവിനെ തള്ളി പറയാമെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അവരെല്ലാം ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് കൊല്ലാനാണ് പ്ലാൻ ചെയ്ത്. അതിനുവേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ആ ദൈവമനുഷ്യൻ അദ്ദേഹത്തെ ഇങ്ങനെ തിരിച്ചു കയറി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ കൊണ്ട് ഇത് പറയിക്കാനാണെങ്കിൽ നീ അവിടം വരെ കൊണ്ടുപോയി എന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. നീ ഇവിടെ വെച്ച് എന്നെ കൊന്നു കളഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. അവിടം വരെ എനിക്ക് അവസരം വേണ്ട, ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. ഇവിടം കൊണ്ട് ഈ സ്ഥലത്ത് വെച്ച് എന്നെ കൊന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആ പട്ടണത്തിലെ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഇദ്ദേഹത്തെ കഴുത്തറപ്പിച്ചിരുന്നില്ലേ. ഇതുപോലെ അവരെ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ തന്നെ ഇവരിവിടെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ദൈവമനുഷ്യനെ കഴുത്തറത്ത് കൊന്നു. അദ്ദേഹം രക്തസാക്ഷിയായി യേശുവിനെ. Saint Mathias Mulumba Kalemba Wante. He was the oldest martyr, 50 years of age. He was killed from Old Kampala, next to the Gaddafi mosque. So what happened? They cut off his legs, his hands, and they tied him. And after they scraped off the skin of the stomach, he bled for 3 days until he died. His son had the most longest death from 27th to 30th May 1886. ഹല്ലേലൂയ. ഇദ്ദേഹമാണ് ഈ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയാണ്. പ്രായം കൂടിയെന്ന് വെച്ചാൽ 50 വയസ്സ് പ്രായമുള്ളൂ. ബാക്കിയെല്ലാം അതിന് താഴോട്ട് 30, 20, 15, 25 ഒക്കെ വയസ്സിൽ ദൈവരാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായവരാണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. യേശുവിനെ തള്ളി പറയുമെന്ന് ചോദിച്ചു, തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാല് ആദ്യം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നീ യേശുവിനെ തള്ളി പറയാമെങ്കിൽ ഒരു കാലില്ലാത്തവനായി ജീവിക്കാനുള്ള അവസരം തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം യേശുവിനെ തള്ളി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിക്കളഞ്ഞു. യേശുവിനെ തള്ളി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വയറ് മുഴുവൻ കുത്തിപ്പൊളിച്ച് കുടലെല്ലാം എടുത്ത് വെളിയിലിട്ടു. എന്നിട്ട് യേശുവിനെ തള്ളി പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ 3 ദിവസം ആ ഒരവസ്ഥയിൽ കിടന്നു. എന്നിട്ട് യേശുവിനെ തള്ളി പറഞ്ഞില്ല. അങ്ങനെ 3 ദിവസം കിടന്നാണ് ഈ ദൈവമനുഷ്യൻ മരിച്ചത്. Saint Charles from 25 years of age, and he was the leader of the martyrs. He was baptized in Chizito, was the youngest martyr to 14 years of age. It's called an emergency baptism because Saint Charles Franga wasn't a priest. That's why it's called an emergency baptism. So if someone is already baptized, you can baptize someone who's sick and someone who's going to die. That's called an emergency baptism. It all took place from Unyonyo.
ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. It's a different experience for us. എമർജൻസി ബാപ്റ്റിസം അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിന് ഒരു പറയുന്നത്. This is called an emergency baptism. ഇത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഈ വെള്ളക്കാരായ മിഷണറിമാരൊക്കെ ഇവിടെ വന്നു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ യേശുവിനെ അറിഞ്ഞവരാണ് ഇവരൊക്കെ. Foreign missionaries came and shared the gospel to these people. That's how they came to Christ. അദ്ദേഹം ഒരു ലീഡർഷിപ്പിൽ നിന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായമുണ്ട്. He was the leader of all the martyrs and he is 25 years old only. ഇദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 14 വയസ്സ് പ്രായമേ ഉള്ളൂ. He received Jesus as his personal savior when he was 14 years old. ഇദ്ദേഹം സ്നാനപ്പെട്ടില്ലായിരുന്നു. But he was not baptized. ഇദ്ദേഹം യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. Because he has received Jesus as his personal savior, the king decided to kill him. ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ച അവസാനത്തെ ആഗ്രഹം എന്താണ്? Before he was killed by the government, they were asking him that what is your last desire or what we have to do for you. അദ്ദേഹം അവിടെ വേറൊന്നുമല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സ്നാനപ്പെടണമെന്നാണ്. Nothing else he has demanded except he need to be baptized. നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടണം. Before you are going to kill me, that I want to be baptized. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു ഭയങ്കര സാക്ഷ്യം. Dear people of God, it's a great testimony. നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം സ്നാനപ്പെടാനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ദൈവം തന്നിരിക്കുന്നു. Lot of opportunities we have for being baptized, but എത്ര പേര് അത് യൂസ് ചെയ്യുന്നു? how many of you are using it? ഇതിന്റെ പ്രാധാന്യം നോക്കി, മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം സ്നാനപ്പെടണം. You have to know the importance of baptism. So this man of God want to be baptized before he was about to be died. പക്ഷേ ആധികാരികളുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ദൈവത്തിന് എമർജൻസിയായി, കൊല്ലുന്നതിന് മുമ്പ് എമർജൻസിയായി സ്നാനപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു. സ്നാനപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ വധിച്ചു. Authorized people has given, God has touched the people and they allowed him to be baptized, and then before he was died, he was baptized. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾ യേശുവിനെ ജലത്തിൽ സാക്ഷിക്കണം. As you are seeing this, you have to take a decision that you need to be baptized for Jesus. ഒരു വലിയ കൂട്ടം സ്നാനത്തിന് വേണ്ടി ഒരുങ്ങട്ടെ. So let all people be ready for being baptized. Saint Aloysius Gonzaga Gonza, and he was a Musoga by tribe. As he was coming, as they were traveling, coming here, the final destination, he collapsed, and when he collapsed, he was speared, so he couldn't make it here. That's how he died. ഇവര് പറഞ്ഞത്, ഈ ദൈവമനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പോൾ പല പ്രാവശ്യം ചോദിച്ചു യേശുവിനെ തള്ളി പറയാമെന്ന്. അത് യേശുവിനെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. ഈ ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള അദ്ദേഹം തല ഇറങ്ങി വീണു. വീണ്ടും അദ്ദേഹത്തോട് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, നിന്നെ വെറുതെ വിടാം, യേശുവിനെ തള്ളി പറയാമോ? അദ്ദേഹം തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ വരുന്ന വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. Was beaten, and he was tied and beaten, and he was thrown to be eaten by bush dogs. They wanted to threaten the rest of the martyrs not to deny Jesus, but they'd already converted, and the king wasn't happy with it. So them beating him and tying him on the tree and sending bush dogs to attack him, they wanted to scare off the rest of the martyrs. Yeah, on the fig tree, yes. ഹല്ലേലൂയ. ഇതും ഈ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഈ ദൈവമനുഷ്യന് ഇദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ടാണ് കൊന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവർ പറഞ്ഞത്, മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാകത്തക്ക നിലയിൽ ഇനി ഇത് കാണുന്നവരാരും യേശുവിനെ സ്വീകരിക്കരുത്, സുവിശേഷം സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്, അതിലേക്ക് വരരുത് എന്ന് മറ്റുള്ളവർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊന്നത്. ഇദ്ദേഹത്തെ അടിച്ച് അവശനാക്കിയതിന് ശേഷം ഒരു അത്തിമരത്തിൽ കെട്ടിയിട്ട് പട്ടികളെ കൂട്ടത്തോടെ അഴിച്ചുവിട്ട് ആളുകൾ കാണത്തക്ക നിലയിൽ അങ്ങനെ ഓരോ അവയവങ്ങൾ കൈയെല്ലാം കടിച്ചു കീറി അങ്ങനെയാണ് ഈ ദൈവമനുഷ്യനെ കൊന്നത്. അങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. ഈ സ്ഥലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒന്ന് റൗണ്ട് ചെയ്ത വീഡിയോ ഒന്ന് കാണിച്ചു.
ഇവിടെ ഒരു ചെറിയ തടാകം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റേഡിയം പോലെ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൂടി വന്ന് ഇരുന്ന് വർഷിപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജൂൺ മാസം അടുത്ത ആഴ്ച, ഞങ്ങളിവിടെ നിൽക്കുന്ന സമയം നോക്കിയാൽ അടുത്ത ആഴ്ച ജൂൺ മാസം 3-ാം തീയതി, എല്ലാ വർഷവും ജൂൺ മാസം 3-ാം തീയതി വിവിധ പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് കൂടുകയാണ്. ഏകദേശം 15 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വന്നു കൂടും. ഈ രാജ്യത്തെ പ്രസിഡന്റ് അതിനുണ്ടാകും. ഇതൊരു ഭയങ്കര ടെസ്റ്റുമണിയാണ്. ഒരു കാലഘട്ടത്തിൽ സുവിശേഷ വിരോധികൾ കൊല്ലുന്ന സ്ഥലമായി, അധികാരികൾ കൊല്ലുന്ന സ്ഥലമായി വേർതിരിച്ച ഈ സ്ഥലം ഇന്ന് പട്ടണങ്ങൾ, രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി വന്ന് വർഷിപ്പ് ചെയ്യുന്ന സ്ഥലമാക്കി എൻ്റെ ദൈവം മാറ്റിയിരിക്കും. ഇതൊരു ഭയങ്കര സാക്ഷ്യം. ഓരോരുത്തരെ കൊല്ലുമ്പോഴും അവർ വിചാരിച്ചു ഇതോടുകൂടി ഇത് നിൽക്കും, സുവിശേഷീകരണം നിൽക്കും, ഇനി ആരും കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരത്തില്ല. പക്ഷെ ഓരോരുത്തരെ കൊല്ലും തോറും ആയിരങ്ങൾ, 10,000 രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു വലിയ ഉണർവ് വ്യാപരിക്കാൻ പോവാം. ഞാൻ ആഫ്രിക്കയിൽ നിന്നുകൊണ്ടാണ് പ്രവചിക്കുന്നത്. ആഫ്രിക്ക അത് കാണും, ഏഷ്യ അത് കാണും, യൂറോപ്പ് അത് കാണും, ഭൂഖണ്ഡങ്ങളെല്ലാം കാണാൻ പോവാണ്. അതിശക്തമായ, അസാധാരണമായൊരു ഉണർവ്. ജൂൺ മാസം മുതൽ എൻ്റെ അകത്തൊരു ഭയങ്കര ആത്മനിയോഗമുണ്ട്. എന്തോ ഭയങ്കര തിരിവ് സ്പിരിച്വൽ വേൾഡിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ജൂൺ മാസത്തിന് മുമ്പ് മെയ് 31-ാം തീയതി സാറ്റർഡേ എറണാകുളത്ത് ഞാനൊരു 1 ഡേ പ്രൊഫറ്റിക്കൽ കോൺഫറൻസ് നടത്തുകയാണ്. ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ജൂണിൽ മുതൽ അസാധാരണമായ അടുത്തൊരു ആത്മതലത്തിൽ വേൾഡ് മുഴുവൻ സഞ്ചരിക്കാൻ പോവുക. ശുശ്രൂഷകന്മാർ റെഡിയാകുക, ചെറുപ്പക്കാർ റെഡിയാകുക, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ റെഡിയാകുക. നമുക്ക് നമ്മുടെ കർത്താവിനെ ഉയർത്തണം, ദൈവത്തിൻ്റെ രാജ്യത്തെ ഉയർത്തണം, കോടിക്കണക്കിന് ആത്മാക്കളെ രക്ഷയിലേക്ക് തിരിക്കണം. താങ്ക് യു സിസ്റ്റർ, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കൂടെ നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. This one is repeated, is the same as the other one up there. Aloysius Gonzalo. Okay. Yes. Those ones, they don't have a line. ഇവിടെ അങ്ങോട്ടെല്ലാം ഇതുപോലെ വധിക്കപ്പെട്ട മിഷണറിമാരുടെ ഹിസ്റ്ററി, അവരെങ്ങനെ കൊന്നു എന്നുള്ളത് ഒത്തിരി ഉണ്ട്, അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റത്തില്ല, ഒത്തിരി ടൈം അതിനകത്ത് പോവും. തന്നെയുമല്ല, ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ കമ്പാലയിൽ ഈ അനവധി രക്തസാക്ഷികൾ ഉണ്ടായ, കിങ്ഡത്തിന് വേണ്ടി നിന്ന് ഒത്തിരി പേരെ കൊന്ന, അവിടെ രക്തം വീണ് കിടക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് യേശുവിനെ ഉയർത്തണം. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഒരു 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 വലിയ സാക്ഷ്യമാണ്. ഞാൻ ഈ സ്ഥലത്ത് വന്നതും ഈ വീഡിയോ എടുക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതല്ല. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞാനൊരു കൂട്ടത്തിൽ നോക്കി പ്രവചിക്കുക. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് തോന്നുക, ഇതുവരെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ പേര്, ആയിരക്കണക്കിന് ആളുകൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നവർ, മരണം മുമ്പിൽ കണ്ടിട്ടും യേശുവിനെ തള്ളിപ്പറയാതെ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നിന്നവർ, ആ രക്തസാക്ഷികൾ, ആയിരക്കണക്കിന് രക്തസാക്ഷികൾ നമുക്ക് പുറകിലോട്ട് പൂർവ്വപിതാക്കന്മാരുണ്ട്, അവരുടെ രക്തമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ മടിയില്ലാത്തൊരു തലമുറ, ദൈവരാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ജനറേഷൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. നമുക്കിനിയും ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. പട്ടണങ്ങളെ പിടിക്കണം, രാജ്യങ്ങളെ പിടിക്കണം, അരമനകളെ പിടിക്കണം. ഇതാ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥന, രക്തം, ദൈവത്തിൻ്റെ അഭിഷേകം, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഒരു വലിയ ജനറേഷൻ ആത്മാവിൽ തീ പിടിച്ച് എഴുന്നേറ്റ് വരട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. ആമേൻ.